കുട്ടീസ്, അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു ദിവസത്തെ ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിതേ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ചെരുപ്പ് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് നോക്കാനല്ല, നമ്മുടെ കൂടെ വരുന്ന ആ പൊന്നൂസിനാണ് ആക്ച്വലി ചെരുപ്പ് എടുക്കാൻ വന്നത്. അപ്പോൾ അവളുടെ കൂടെ ചുമ്മാ കയറി പോന്നു എന്നുള്ളൂ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിരുന്നു അവർ കാർ ഇട്ടായിരുന്നത്. അപ്പോൾ കാർ എടുത്തപ്പോൾ നമ്മുടെ അല്ലൂസിന് കാർ കയറണമെന്ന് പറഞ്ഞ് നല്ല വാശി. അപ്പോൾ അത് കാരണം അവനെയും കൊണ്ടൊന്ന് വന്നതായിരുന്നു കേട്ടോ. പക്ഷേ നഷ്ടമായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഷോപ്പാണ്, ഒരു നാട്ടിൻപുറത്തുള്ള ചെറിയ ഷോപ്പാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇവിടെ ചെരുപ്പിനൊക്കെ 100-150 റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചെരുപ്പിനൊക്കെ ഇത്രയും റേറ്റ് ഉള്ള കാരണം നമ്മുടെ ഈ അടുത്ത പരിസരത്തെ ആൾക്കാരും ഈ നാട്ടിലുള്ള ആൾക്കാരും പുറത്ത് കുറച്ച് ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ വിളിച്ചിട്ട് ഈ ഒരു കടയിലേക്ക് വരാറുണ്ട് കേട്ടോ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ ഹോൾസെയിലായിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് എന്തോ സെയിൽ ചെയ്യണ സെറ്റപ്പാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കട ഉച്ച വരെ ഉള്ളൂ. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് കട തുറക്കാറ്. എന്നിട്ട് രാത്രിയിൽ ഒരു 7-8 മണി 9 മണിക്കൊക്കെയാണ് ആൾക്കാർ വരാറ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നവർക്കും സ്കൂളൊക്കെ വിട്ട് വന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിലും വൈകുന്നേരങ്ങളിൽ പോയി ചെരുപ്പ് വാങ്ങിക്കാം. ഇപ്പം എന്തോ ഒരു ഇതുള്ളതുകൊണ്ട് ആ ചേട്ടൻ രാവിലെ മുതൽ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മണിയാകുമ്പോൾ കടയുടെ ഷട്ടർ ഇടും കേട്ടോ. അപ്പോൾ അത് കാരണം വരെ ലീവൊക്കെ എടുത്തിരിക്കുന്ന ദിവസങ്ങളിലാണ് ജോലിക്ക് പോകുന്നവരൊക്കെ ഇങ്ങനെ വന്ന് ചെരുപ്പ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിച്ച് വന്നു. എനിക്കല്ല, അല്ലൂസ് അവിടെ എത്തിയപ്പോൾ വിധം മാറി. അവന് ചെരുപ്പ് വേണമെന്നും പറഞ്ഞ് വാശി തുടങ്ങി. പിന്നെ അവന് ചെരുപ്പ് കുറേ നാളായിട്ട് ഒരു ഷൂ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ പ്രണവിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അന്ന് അവന് ഒരു ഷൂ വാങ്ങിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 180 രൂപയ്ക്ക് നല്ല അടിപൊളി ഷൂ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ അന്നത്തെ ദിവസം വെള്ളം ഉണ്ടായില്ല. എവിടെയോ പൈപ്പ് പൊട്ടൽ പരിപാടിയൊക്കെ ആയിട്ട് വെള്ളം ഉണ്ടായില്ല. അപ്പോൾ രാത്രി ആയപ്പോഴാണ് വെള്ളം വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു സാരി അപ്പോഴാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു ധാവണി ഇത് കണ്ടപ്പോൾ എനിക്ക് ധാവണി സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ഒരു ആഗ്രഹം. നല്ലൊരു കളറല്ലേ. അപ്പോൾ അങ്ങനെ ധാവണി സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഇതാണ് നമ്മുടെ സ്കേർട്ടും ടോപ്പും. പിന്നെ ചേച്ചിയുടെ ഒരു പഴയ ഷാൾ വെച്ചിട്ട് ധാവണി ഒന്ന് സെറ്റാക്കി എടുത്തു. നമ്മുടെ ഷോർട്സിലുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഷോർട്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ധാവണി സ്റ്റിച്ച് ചെയ്തത്. ആ സമയത്ത് നമ്മുടെ അല്ലൂസ് നമ്മുടെ ആഭരണപ്പെട്ടി എൻ്റെ അല്ല കേട്ടോ, ചേച്ചിയുടെ ആയിരുന്നു. അപ്പോൾ അതിലിട്ട് ഇതേ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്കൊരു മാലയും, ഞാൻ ആ ഇട്ടേക്കുന്ന മാലയും കമ്മലും വന്നത് ഈ ഒരു പെട്ടിയിലാണ്. അപ്പോൾ അങ്ങനെ ഇതിലുണ്ട് കണ്ട ആ ഒരു മാലയും ആ ഒരു കമ്മലും. അത് 150 എത്രയോ രൂപയായുള്ളൂ. ഇതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചക്കയായിട്ടാട്ടോ അച്ഛൻ വന്നത്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് ഒരു ഡ്രമ്മും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്ക അപ്പം തന്നെ ഞങ്ങൾ അത് എടുത്ത് കഴിച്ചു കേട്ടോ. അല്ലൂസും ഞാനോടും കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇപ്പുറത്തെ വീടുകളിൽ നിന്നൊക്കെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ നല്ല ചക്കമയമാണ്. നമ്മുടെ വീട്ടിൽ ചക്കയില്ല, പക്ഷേ നമുക്കിപ്പോൾ എന്താണെന്ന് പറഞ്ഞൂടെ ഈ കൊല്ലം ഒത്തിരി ചക്കകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചക്ക കഴിക്കണമെങ്കിൽ ഈ വക മേക്കപ്പും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റില്ല. അത് കാരണം ഞാൻ ആ ഓർണമെൻറ്റ്സൊക്കെ ഊരി വെച്ചിട്ട് നമ്മൾ സാധാരണ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ചക്ക നല്ല ഫോളിങ് ആയിരുന്നു കേട്ടോ. അല്ലൂസ് അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഓണാക്കി വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് കോപ്രായം കളിയായിരുന്നേ. അങ്ങനെ കുറച്ച് ചക്കയൊക്കെ അവന് കുരു മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവനൊക്കെ കഴിച്ചു, ഞാനും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാളും കുറച്ച് വെയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് അലക്കിയിടാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അലക്കും തിരുമൊക്കെ ആയിട്ട് കുറച്ച് സമയമൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോൾ അവിടെ വാ, പൂച്ച വന്ന് കടിക്കും നമ്മൾ. പൂച്ചയുണ്ട് ഗായ്സ് ഞങ്ങൾക്ക്. എത്ര പൂച്ചയുണ്ട്? 3 പൂച്ച കടിക്കൂട്ടാ. അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ അല്ലൂസിനെ കുളിപ്പിച്ച് കിടത്തി ഉറക്കിയിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു കഷ്ണം ചക്ക ഇരിപ്പുണ്ടായിരുന്നു, പച്ചച്ചക്ക. അപ്പം നമ്മുടെ ചേട്ടന് പ്രണവേട്ടന് ചക്കപ്പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തു. ഇത് ഒരാൾക്ക് തന്നെ കഴിക്കാൻ തികയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു കഷ്ണമായിട്ട് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. ഞാനും വീണ ചേച്ചിയും പ്രണവും കൂടി ഷെയർ ഇട്ട് കഴിച്ചു കേട്ടോ. ഞങ്ങൾക്ക് ഒരാൾക്ക് 2-3 ടീസ്പൂൺ വെച്ച് കഴിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായി. അതെങ്ങനെയാണ്, കുറച്ചുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിലായിരിക്കും, നല്ല നമുക്കെന്താ പിന്നെയും കഴിക്കാൻ തോന്നും. അപ്പം അങ്ങനെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചക്കയിൽ വിളിഞ്ഞതിനൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുളിക്കാണ്ടിരുന്നത് കേട്ടോ. പിന്നെ വേഗം തന്നെ നന്നാക്കി അടുപ്പത്തേക്ക് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അപ്പോഴേക്കും കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ ഞാൻ ഓരോന്നൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് രാത്രി തന്നെ വേറെ ചക്ക കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ വേറൊരു ചക്ക ഞങ്ങൾ വറക്കാമെന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞൂടെ, ഈ കൊല്ലാണ് ഇതിനും മാത്രം ചക്ക കിട്ടുന്നത്. അതെല്ലാം കൂടി ഒറ്റ ദിവസം.
അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ നിന്നും ചക്ക കിട്ടി, പിന്നെയും അച്ഛൻ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ചക്ക മേളം തന്നെയായിരുന്നു. പിന്നെ ചക്കക്കുരു കറിയാണ് ഇവിടെ 2-3 ദിവസമായിട്ട്. മാവ് നിറയെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം. ഇപ്പം എല്ലാം ചെനച്ച് തുടങ്ങി. അപ്പോൾ ആ മാങ്ങ പറിച്ച് ഞങ്ങൾ ചക്കക്കുരു മാങ്ങയും കറി വെക്കും, പിന്നെ ചെമ്മീനിടും. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റാണ് സംഭവം. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം എഡിറ്റിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇരുന്നു. ഇതേ പിന്നെ സന്ധ്യയായിട്ടോ, ഒരു 7 മണി 8 മണി സമയമായി കാണും. അപ്പോൾ നമ്മൾ ചക്ക വറക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രണവേട്ടൻ വാക്കത്തിയൊക്കെ എടുത്തത് ആ ചക്ക വെട്ടാൻ പോവാം. ഞങ്ങളുടെ വീട്ടിൽ വെളിച്ചെണ്ണയില്ല ചേച്ചി. അപ്പോൾ ചക്ക കണ്ടിട്ട് ഞങ്ങൾ കൊതിയായിട്ട് ഇരിക്കുകയാണ്, കാരണം ചക്ക വറുത്തത് കഴിക്കാമല്ലോ. അങ്ങനെ 2 ദിവസത്തേക്ക് ചക്ക വറുത്തത് തന്നെ കഴിക്കാൻ പറ്റത്. ഭയങ്കര കാശല്ലേ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചേച്ചി അപ്പുറത്ത് മീൻകറി വെക്കാനായിട്ട് മീൻ നന്നാക്കാണ്. കറി വെക്കുന്ന ആൾ ഞാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാനും പ്രണവ് ചെറുതായിട്ടൊരു സൗന്ദര്യപ്പണക്കത്തിലാണ്. അപ്പോൾ അങ്ങനെ പൊളിപ്പിക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഈ മനുഷ്യന് ചക്ക പോയിട്ട് ഒരു ഉണ്ട പോലും വെട്ടാൻ അറിഞ്ഞൂടാ. ചേച്ചി പഴുത്ത് അവിടെ എത്ര ദിവസമായിരിക്കും അന്നിട്ടത്? ഞാൻ വരണം അന്നിട്ടത് ശരിക്കും 30 ആണെന്നുണ്ടോ? എന്നാ ഇത്തിരി വരട്ടി വെച്ചാലോ? പഴുത്ത ചക്കി കാണാനിട്ടൊരു പോലും വെക്കണ്ട. വേറെ ഉണ്ടോണോ അവിടെ? പഴുത്തൊന്ന് നല്ല പഴുപ്പ് നോക്ക്. മധുരമുണ്ടോ? ഇതാണ് ഈ വീട്ടിലുണ്ടായ ചക്ക. പ്രണവന്റെ ചക്ക. ഞങ്ങളുടെ മാവില് മാങ്ങയ്ക്കും ടേസ്റ്റ് ഉണ്ടായി. സെപ്റ്റി ടാങ്കും പ്ലാവും ഒന്ന് തന്നെ, മനസ്സിലായ? ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ പളപളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രണവാണ് പിന്നെയും സൈലൻറ്റ് വാലി. പിന്നെ ഞാനും ചേച്ചി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് വീട്ടിൽ അടുക്കളപ്പണികളൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങളുടെ ചെറിയൊരു ചക്കവെട്ടൽ ദിവസം. ചക്ക ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തം ചക്കമയമായിരുന്നു ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സമയം കിട്ടുമ്പോൾ സ്റ്റിച്ച് ചെയ്യാറൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ അല്ലൂസ് അലമ്പനാണ്. പിന്നെ നന്ദുവായിട്ട് ഭയങ്കര കളിയാണ് അവിടെ ഹോളി കിടന്ന്. അത് കാരണമാണ് ഇതിനൊക്കെ സമ്മതിച്ചത്. ഇല്ലെങ്കിൽ അവൻ സമ്മതിക്കേ ഇല്ല, ഇതിൻ്റെ ഇടയിൽ കിടന്ന് മറിഞ്ഞാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നാളെ കാണാം. ടാറ്റാ.